തൃശൂർ എരുമപ്പെട്ടിയിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന കാർത്തിയാനിയെ വീടിനകത്ത് കയറി നായ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മുഖവും ശരീരമാസകലവും നായ കടിച്ചു മുറിച്ചു. 2 വർഷം മുമ്പ് വീണ് എല്ല് പൊട്ടിയതിനെ തുടർന്നാണ് കാർത്തിയാനി കിടപ്പിലായത്. ഇവരോടൊപ്പം വീട്ടിലുണ്ടായിരുന്ന മാനസിക പ്രശ്നമുള്ള മകൻ ദേവദാസനെയും നായ കടിച്ച് പരിക്കേൽപ്പിച്ചു. മാനസികാസ്വാസ്ഥ്യത്തിനുള്ള മരുന്ന് കഴിച്ച് കിടക്കുന്ന സമയത്താണ് മകനെ ആക്രമിച്ചത്. 6:30 സമീപത്തുള്ള ഇവരുടെ മറ്റൊരു മകനായ മണി ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. പിന്നാലെ ഇവരെ നാട്ടുകാരും പോലീസും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർത്തിയാനിയെ ആക്രമിച്ച നായ മറ്റു വീടുകളിലെ വളർത്തുനായ്ക്കളെയും കടിച്ചു. ജനവാസ മേഖലയിൽ ഏറെക്കാലമായി നായ്ക്കൾ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും ആക്രമണമുണ്ടാകുന്നത് ആദ്യമായാണെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുകൽ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ തുകൽ രാവിലെ പച്ചയ്ക്ക് തോലൊക്കെ കൊണ്ടുവന്നിടുമ്പോൾ അത് ഭക്ഷിക്കാൻ എത്തുന്ന കുറേ നായ്ക്കളുണ്ട് ഈ പരിസരത്തൊക്കെ. പക്ഷെ ആരെയും അധികം ഉപദ്രവിക്കാറില്ല. എന്നാലും രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഒരു 8 മണി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് രാവിലെ അങ്ങോട്ട് ആക്കി കൊടുക്കുമ്പോൾ, വണ്ടിയിലേക്ക് ആക്കി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡ് വരെ മക്കളേനെ രക്ഷിതാക്കളൊപ്പം പോയിട്ടാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. കാരണം നായ്ക്കൾ ആരെങ്കിലും കടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നാഥനില്ലാത്ത കുറേ നായ്ക്കളുണ്ട് ഇവിടെ. കുറേ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുമുണ്ട്. ആ വീടുകളിലൊക്കെ ഈ നായ്ക്കൾ കിടക്കുക, അവരവിടേക്കാണ് വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പുതിയൊരു നായയാണ് ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളത്. അധികം ആരും കണ്ടിട്ടില്ല ഈ നായനെ. ഇന്നലെ രാവിലെ ഒരു ഉച്ചയോട് കൂടിയിട്ട് വന്നിട്ട് റോഡ് സൈഡിലുള്ള ഒരു പൂച്ചേനെയാണ് ആദ്യം കടിച്ച് ആകെ ഉരുട്ടണത് ആൾക്കാർ കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ളൊരു നായനെ, അപ്പുറത്തെ വീട്ടിൽ റോഡിലുണ്ടായിരുന്ന ഒരു നായനെ കടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ വീട്ടിലും ഇവിടെയൊക്കെ കടിച്ചിട്ടുള്ളത് നായ. ഇവിടെ പന്നികളുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് പന്നികളെ പിടിക്കാനും ഷൂട്ടറൊക്കെ ഇവിടെ ഉണ്ട്. ഷൂട്ടിംഗ് ഓർഡറൊക്കെ ഉള്ള പഞ്ചായത്താണിത്. പക്ഷെ അതുപോലെ ഇവിടെ ഒരു ബൈജു എന്ന് പറഞ്ഞിട്ട് കടങ്ങോട് സ്വദേശിയായിട്ടുള്ള ഒരു ബൈജു എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, ഇവിടുത്തെക്കാരനുണ്ട്. ആ ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ വരെ പരിശ്രമിച്ചിട്ട്, നാട്ടുകാരൊക്കെ കൂടി പരിശ്രമിച്ചിട്ടാണ് നായനെ പിടിച്ചത്. അവരെല്ലാവരും നായനെ പിടിക്കാൻ വരാറുണ്ട്, ഈ ബൈജു എന്ന് പറഞ്ഞ ചേട്ടൻ. അതുപോലെ തെക്കുമുറി ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് തെക്കുമുറി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ് ഈ പഞ്ചായത്തിൽ തന്നെ. അവിടെ ഇതുപോലെ വീട്ടുകാരനെ കയറി കടിച്ചിട്ടുണ്ടായിരുന്നു. പ്രദേശത്ത് പരിഭ്രാന്തി പരത്തിയ നായയെ നാട്ടുകാർ പിടികൂടി തല്ലിക്കൊന്നു. നിലവിൽ കടിയേറ്റ മൃഗങ്ങൾക്കടക്കം പേവിഷബാധ സംശയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും കടിയേറ്റ മൃഗങ്ങളെ നിരീക്ഷണത്തിൽ ഇട്ടിരിക്കുകയാണെന്നാണ് ഉടമകൾ പറയുന്നത്. തൊട്ടടുത്ത പ്രദേശത്ത് ചെണ്ടകൾ നിർമ്മിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വീടുകൾ ഉള്ളതിനാൽ മൃഗത്തോലുകളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനായി നായകൾ എത്തുന്നതാണ് ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതേസമയം നായ്ക്കളുടെ വന്ധ്യംകരണമാണ് സർക്കാരിന് ചെയ്യാനാകുകയെന്നും മരണപ്പെട്ട വയോധികയുടെ കുടുംബത്തിന് സർക്കാർ സഹായമെത്തിക്കുകയും ചെയ്യുമെന്ന് കുന്നംകുളം MLAയും മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.